കോൺഗ്രസിൻ്റെയും മറ്റ് പാർട്ടികളുടെയും ഒക്കെ തന്നെ പ്രകടന പത്രിക എവിടെ? തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിലേക്ക് ജനങ്ങൾ പോകാനിരിക്കെ 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരിനെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബദൽ രാഷ്ട്രീയ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ബദൽ നിർദ്ദേശമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? എന്ത് ബദൽ വികസനമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? എവിടെ നിങ്ങളുടെ പ്രകടന പത്രിക? UDF, കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചല്ലോ. ആ ഗ്യാരണ്ടി മാത്രമാണോ ഇനി അധികാരത്തിൽ വന്നാൽ UDFും കോൺഗ്രസും ഈ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്? കേരളത്തിൽ വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകിയാൽ ഈ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, ഈ കേരളത്തിൻ്റെ പ്രശ്നമെല്ലാം തീരും എന്നതാണോ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അവകാശവാദം അല്ലെങ്കിൽ വാഗ്ദാനം? അപ്പോൾ ഈ 5 ഗ്യാരണ്ടി അല്ലാതെ എന്ത് ബദൽ നിർദ്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അത് കേരളം ഇനി എപ്പോഴാണ് അറിയാൻ പോകുന്നത്? 10 ദിവസം മാത്രമേ ഉള്ളൂ ഇനിയൊരു പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകാൻ. അതുപോലെ BJPയുടെ പ്രകടന പത്രിക എന്താണ്? ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല എപ്പോഴാണ് വരിക എന്ന്. ഏതായാലും നാളെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നടത്താൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വർഗീയ പോരാട്ടമാക്കി മാറ്റാൻ, ഒരു വർഗീയ വിഭജനമാക്കി മാറ്റി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉള്ള വലിയ നീക്കമാണ് ഇവിടെ കോൺഗ്രസ് നടത്തിയത്. മറ്റേത് പാർട്ടി നടത്തിയാലും നമുക്ക് അത് അംഗീകരിക്കാം. പക്ഷേ കോൺഗ്രസ് ഒരു കാരണവശാലും ഇത്തരമൊരു നീക്കം നടത്താൻ പാടില്ലായിരുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. മതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. BJP നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം പറഞ്ഞാൽ വിജയിക്കില്ല എന്ന് BJPക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ വികസനം പറയുന്നതിനൊപ്പം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ വർഗീയത പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തുന്നത്.